Welcome back to pre and post market analysis. Nifty ഒരു ട്രാപ്പ് ജനറേറ്റ് ചെയ്യുകയാണോ അത് ഇനി കണ്ടിന്യൂ ചെയ്യുമോ റാലി? ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ നിൽക്കുകയാണ്. കാരണം ഓൾ ടൈം ഹൈ ജനറേറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. നിഫ്റ്റി ബാങ്ക് ഒരു വളരെ ചെറിയൊരു പോയിന്റൂടെ മതി ഇനിയും പ്രീവിയസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ട്രേഡ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ എടുത്ത ട്രേഡ് എങ്ങനെയായിരുന്നു എന്നും അതിന്റെ മൂവ്മെന്റ് നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്ത് കുറെ അധികം ക്വറീസ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത്യാവശ്യം നിങ്ങൾ ലൈവിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ആ ട്രേഡ് എടുത്ത ടൈം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ. സെക്കൻഡ്ലി, ആ ട്രേഡ് എങ്ങനെയാണ് എടുത്തത് കുറെ അധികം ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അതിന്റെ ബേസിൽ നമുക്ക് എന്തായാലും അത് വാലിഡേറ്റ് ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, അതായത് നമ്മൾ ഈ അനലൈസ് ചെയ്യുമ്പോൾ ഈ പോസ്റ്റ് മാർക്കറ്റ് സെക്ഷൻസ് ഇതിൽ തന്നെ വേണോ എന്നുള്ളത് ഫസ്റ്റ് വൺ. സെക്കൻഡ്ലി, ഈ പോസ്റ്റ് മാർക്കറ്റ് സെക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ആ ചെയ്യുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം എടുത്ത എൻട്രി എങ്ങനെയായിരുന്നു എന്നത് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് പറയുക. നിങ്ങൾ കമന്റ്സിലൂടെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ റൈറ്റ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്നുണ്ടോ. കാരണം നമുക്ക് ഇത് ആവശ്യമുള്ള കാര്യങ്ങളിലോട്ട് മാത്രം കൊണ്ടെത്തിക്കാം അല്ലെ. ബട്ട് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യൂ എന്തായാലും കമന്റ്സിൽ ഇപ്പോൾ തന്നെ അറിയിക്കുക. ഫൈൻ. സോ നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം എടുത്ത ട്രേഡ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. നമ്മളുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ഫ്രീ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് എപ്പിസോഡ് 2 ഓൾറെഡി വന്നിട്ടുണ്ട്. ഓടിപ്പോയി കണ്ടോളുക. റൈറ്റ്, യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും. ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. സോ ഹിയർ വി ഗോ വിത്ത് നിഫ്റ്റി യെസ് ഹിയർസ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് ആണ് നിഫ്റ്റി തന്നിട്ടുള്ളത് വീക്ക്ലിയിൽ. ഗുഡ്, ദാറ്റ്സ് ഗ്രേറ്റ്. വീക്ക്ലിയിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ആണ് തന്നിട്ടുള്ളത്. Then let's check with daily. ഇത് പ്രീ മാർക്കറ്റ് അനാലിസിസ്. ഫസ്റ്റ് നമുക്ക് എന്തായാലും കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തത് ഇല്ല എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കാം. ഫൈൻ, ഗുഡ്. See here, almost like മാർക്കറ്റ് ഇന്നലെ ലാസ്റ്റ് ഡേ നമുക്ക് ഇതായിരുന്നു ടാർഗറ്റ്, അതായത് 20,200 ആയിരുന്നു നമ്മളെ ടാർഗറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മാർക്കറ്റ് ഫസ്റ്റ് ഓപ്പൺ ആയി. അപ്പോൾ ഞാൻ ലൈവിൽ ഉണ്ടായിരുന്നവർക്ക് അറിയാം അല്ലെ. ഞാൻ അപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇപ്പൊ എടുക്കാറായിട്ടില്ല, അഗ്രസീവ് ആയിട്ടില്ല. അപ്പോൾ തന്നെ കുറെ അധികം ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും അഗ്രസീവ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയാൽ ഉടനെ എടുക്കുന്ന ഞാൻ എന്തുകൊണ്ട് ഇന്ന് എടുക്കണ്ട, ഇല്ല വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു എന്നുള്ളത്. റിസൾട്ട് ഉണ്ടായില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ അഗ്രസീവ് ആയിട്ട് നമുക്ക് നല്ല റിസൾട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വെയിറ്റ് ചെയ്തപ്പം അതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി അല്ലെ. പേഷ്യൻസിന്റെ പവർ. ഗുഡ്. സോ ഹിയർ വി ഗോ. ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഇങ്ങനെ താഴത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് ചെറുതായിട്ട് ഫുള്ള് ഫില്ല് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ആ ലൈവിൽ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഫുള്ള് ഫില്ല് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല, ബട്ട് എന്നാൽ നമുക്ക് ചെക്ക് ചെയ്യാന്നുള്ളത്. സോ മാർക്കറ്റ് ഇങ്ങനെ വരികയും ഫസ്റ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. എനിക്ക് അത്ര കൺഫേം ആയിട്ടില്ലായിരുന്നു. എന്നിട്ട് എപ്പോഴാണോ ഇവിടുന്ന് ഒരു ബോട്ടം ക്യാച്ച് ചെയ്ത് തുടങ്ങി, ഈ ഒരു പ്രീവിയസ് ഹൈ കണ്ടോ, ബോട്ടത്തിൽ ഒരു ന്യൂട്രൽ ക്യാൻഡിൽ ഫോം ആവുകയും അതിന്റെ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തതിന്റെ ബേസിസിൽ ഞാനൊരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുകയും നമ്മളുടെ പ്രീമിയം മെമ്പർഷിപ്പ് ഗ്രൂപ്പിൽ നമ്മളവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ എടുക്കുന്ന എൻട്രീസ് നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ തീർച്ചയായിട്ടും ചിലർ ട്രേഡ്സും എടുക്കാറുണ്ട്. ഫൈൻ. സോ അതെല്ലാം നിങ്ങളുടെ റിസ്കിൽ തന്നെയാണ് അല്ലെ. ഗുഡ്. സോ നമുക്ക് ഈ ഒരു ബേസിസിലായിരുന്നു നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ്ലി ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം എന്നൊരു സെഷനും ഉണ്ടായിരുന്നു. ആൻഡ് ഇത് ഈ ഒരു സെർട്ടൻ ലെവലിലോട്ട് പോയി. ആ ലൈവിൽ തന്നെ പറഞ്ഞു ഇവിടെ നമുക്ക് എടുക്കാം, സ്റ്റോപ്പ് ലോസ് ഇവിടെ കീപ്പ് ചെയ്യാം. മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് റൺ ചെയ്ത് ആ ഒരു പ്രീവിയസ് ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന എൻട്രി. ബാങ്കിൽ ആൻഡ് ഫിൻ നിഫ്റ്റി ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ ഒതുക്കിയത്. സോ അത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിടുകയായിരുന്നു. സോ നിങ്ങൾ ഇനി പറയുക, ഇനിയും വേണോ പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ ആ എൻട്രി എടുത്തതിന്റെ റീസൺസ് എന്താണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുകയുള്ളൂ. ഗുഡ്. സോ നമുക്ക് നോക്കാം ഇനിയും നാളെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. ഓക്കെ ലെറ്റ്സ് വെയിറ്റ്. സോ ഹിയർ വി ഗോ. നമുക്കൊരു ഹയർ ലോ ജനറേറ്റ് ചെയ്തിട്ട് 1 അവറിൽ അത്യാവശ്യം നല്ല രീതിയിൽ
മാർക്കറ്റ് നിൽക്കുന്നുണ്ട്. സോ വേണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേയിൽ ഇവിടെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരുന്നു ഈ ഒരു ലെവൽ. അതായത് 20,200 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ, അത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒന്നുകൂടെ കൺഫേം ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, ഈ ഒരു ലെവലിന് മുകളിലേക്ക് മാർക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളി സൈഡിലോട്ട് മാർക്കറ്റ് പുഷ് ചെയ്യുകയും അത്യാവശ്യം ലെവൽസ് നമുക്ക് ഫോർവേഡ് കീപ്പ് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് സേ 20,300, 20,400, 20,500 വരെ. 500 നല്ല റെസിസ്റ്റൻസ് ആണ്, സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. കൂടുതൽ നല്ല രീതിയിൽ OA ഉള്ള ഒരു സെർട്ടൻ ലെവലാണ് 20,500 എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തായാലും ആ ഒരു സെർട്ടൻ റേഞ്ചിലോട്ട് നോക്കാം. നാളെ ലൈവിൽ എന്തായാലും തീർച്ചയായിട്ടും വരിക. നമുക്ക് ഈ ഒരു ഹൈസിൽ ഈ ഒരു റാലി കിട്ടുകയാണെങ്കിൽ നമുക്ക് പിടിക്കാനായിട്ട് അത്യാവശ്യം റാലി കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ബുള്ളി സൈഡിലോട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുകയുള്ളൂ, വേറെ സൈഡിലോട്ട് നമ്മൾ എടുക്കുന്നില്ല. ഫൈൻ. കറന്റ് ഇപ്പൊ ടോട്ടലി അപ് ട്രെൻഡിലാണ്. അവിടെ കയറി നമ്മൾ ഷോർട്ട് ചെയ്യാനായിട്ട് ആരും പോകണ്ട. ഐ മീൻ ലൈക്ക് വേറെ സൈഡിലോട്ട് പിടിക്കാനായിട്ട് ആരും പോകണ്ട. ഗുഡ്. സോ ഇതാണ് നമുക്ക് നിഫ്റ്റിയിലെ നമ്മുടെ ലെവൽ. നാളെ ബെയറിഷ് വ്യൂ നമുക്കുണ്ടോ? ഇല്ല. ജസ്റ്റ് ലൈക്ക് ലെറ്റ്സ് സേ ടാർഗറ്റ് 1 ആയിട്ട് നമുക്ക് 20,250 ഉണ്ട്. ബി കീപ്പിംഗ് അറൗണ്ട് 20,300 also. We could keep, right, not keeping 20,300 we could keep over there. ഇത് റെസിസ്റ്റൻസ് ആയിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. ഒബ്വിയസ്ലി നമുക്ക് പ്രൈസ് ആക്ഷൻ ബേസ് പറയുന്നവർ വേണമെങ്കിൽ പറയാൻ പറ്റും വാട്ട് സൈക്കോളജിക്കൽ ലെവൽ ആണെന്ന് പറയും. ചിലർ വേണമെങ്കിൽ OA ബേസ് എടുക്കുന്നതെന്ന് പറയും. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കൊരു ഇന്റൻഷനേ ഉള്ളൂ. എന്താണ്? മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നല്ല ക്വാളിറ്റി ട്രേഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അത് എടുക്കുകയും കൂടെ ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇതാണ് നമുക്ക് അബൌട്ട് നിഫ്റ്റി ഉള്ളത്. എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് തോന്നുന്നു. ക്ലിയർ ആണെങ്കിൽ നിഫ്റ്റി ക്ലിയർ എന്ന് ജസ്റ്റ് കമന്റിൽ ഇടുക. ഇന്ററാക്റ്റീവ് ആകുക, എന്നാൽ മാത്രമേ നമുക്കും ഇത് ഫോർവേഡ് ചെയ്ത് പോകുന്നതായിട്ട് ആക്റ്റീവ് ആകുക. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് അറിയണമല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് വന്ന് തുടങ്ങുന്നുണ്ട്, ബട്ട് എന്നാൽ കമന്റ്സ് വളരെ കുറവാണ്. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. വളരെ മൈറ്റ് ബി ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒക്കെ ഉള്ളൂ അല്ലെ ആ ഒരു കമന്റ് ചെയ്യാനായിട്ട്. നമ്മൾ എത്ര നേരം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം, മനസ്സിലാകുന്നതാണ് അല്ലെ. സോ ജസ്റ്റ് സ്പെൻഡ് ഫ്യൂ സെക്കൻഡ്സ് ഓവർ ദെയർ. സോ നിഫ്റ്റിയുടെ അനാലിസിസ് ഇതാണ്. ബുള്ളിഷ് വ്യൂ ആണ്. നാളെ ബെയറിഷ് ആണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. ഓക്കെ അല്ലേ? കൂൾ. സോ അബൌട്ട് നിഫ്റ്റി ബൈങ്. ഇതിന്റെ ലാസ്റ്റ് കുറച്ച് അനൗൺസ്മെന്റും കൂടെ ഉണ്ട്. ലാസ്റ്റ് ഡേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആണോ? അല്ല, ഇത് തൊട്ട് അതിനുമ്പലത്തൊക്കെ ദിവസത്തെ ട്രേഡ് ആണ് ഇത് കറന്റ് കൊടുക്കുന്നത്. എന്തിനാണ് ഞാൻ അത് ഇട്ട് വെച്ചേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസിന് അത് യൂസ്ഫുൾ ആവും ഇല്ലേ? യെസ്, ഡെഫിനറ്റ്ലി ആകുന്നതായിരിക്കും. സോ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു ലെവലിന് മുകളിലായിട്ട് നമുക്ക് ലെറ്റ്സ് ഡു സംതിങ് ഹിയർ. ഓക്കെ, അതായത് പ്രീവിയസ് ഡേയില് ഓൾമോസ്റ്റ് ഈ ഒരു സെർട്ടൻ ലെവലിന് 46,280 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഫേക്ക് ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യുക, മാറി നിൽക്കുക, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ വ്യൂ ബുള്ളിഷ് തന്നെയാണ്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഹിറ്റ് ചെയ്തോട്ടെ, തിരിച്ച് പ്രീവിയസ് ഹയർ ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബെയറിഷ് വ്യൂലോട്ട് മാറാം. അതുവരെ നമ്മൾ കൂൾ ഡൗൺ ആയിട്ടിരുന്ന് നമ്മൾ സ്മൂത്ത് ആയിട്ട് മാർക്കറ്റ് ടോപ്പിൽ നിന്ന് ക്യാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. നമ്മളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ മാത്രം ട്രേഡ് ചെയ്യുക. ആൻഡ് ഓൾസോ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് ആണ്. നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി നമുക്ക് ശരിയെന്ന് തോന്നുന്ന കോഴ്സ് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓടിച്ച് കയറി അത് എടുക്കുകയല്ല ചെയ്യേണ്ടത്. ഒന്ന് നിങ്ങൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് നിങ്ങളുടെ റിസ്ക് ആണ്, നിങ്ങളുടെ മണി തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? എല്ലാം കൂടെ ചാടിക്കയറി എടുക്കാതെ നമ്മൾ പറയുന്ന സെർട്ടൻ റൂൾസ് ഉണ്ട്, അതുകൂടെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്ന ചെക്ക് ലിസ്റ്റ് ആണത്. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ ചെയ്ത് തന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഒരു കാര്യം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഗുഡ്. സോ ദാറ്റ്സ് വിത്ത് അവർ നിഫ്റ്റി ബാങ്ക് അല്ലെ. അപ്പൊ നിഫ്റ്റി ബാങ്കിനെ പറ്റി നമുക്ക് അതാണ് നാളെ പറയാനായിട്ടുള്ളത്. ബട്ട് എന്നാൽ ഈ ഒരു മൈനർ ടാർഗറ്റ് ഞാൻ കീപ്പ് ചെയ്യുന്നില്ല. റാലി ക്യാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നാളെ നോക്കാം. ബുള്ളിഷ് കിട്ടിയാൽ ചെറിയൊരു ഹയർ ലോ ജനറേറ്റ് ചെയ്യാം. മൈറ്റ് ബി വി കുഡ് സേ ഷേക്ക് ഔട്ട് എന്ന് പറയാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു ഹയർ ലോ ജനറേറ്റ് ചെയ്യാന്ന് പറയാം, ഇല്ലെ സൈൻ ഓഫ് വീക്ക്നെസ് എന്ന് പറയാൻ പറ്റും. പല സ്ട്രാറ്റജീസിൽ പല രീതിയിലാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കൊരൊറ്റ ഇന്റൻഷനേ ഉള്ളൂ, മാർക്കറ്റിനെ മനസ്സിലാകുക, മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. ആദ്യമേ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് അല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഹിയർ കംസ് വിത്ത് ഫിൻ നിഫ്റ്റി.
ഫിൻ നിഫ്റ്റി ലാസ്റ്റ് ഒരു 1 വീക്ക് സൂപ്പർബായിരുന്നു, എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. ഐ തിങ്ക് ലാസ്റ്റ് വീക്കിൽ തേഴ്സ്ഡേ മാത്രമായിരുന്നു നമുക്ക് ഒരു റെഡിൽ എൻഡ് ചെയ്തത്. ബാക്കിയുള്ള എല്ലാ ദിവസവും പ്രോഫിറ്റിലായിരുന്നു. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നേരെ താഴെയുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് മാത്രമല്ല, നമ്മുടെ കോഴ്സ്, നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ ജസ്റ്റ് 1000 rupees മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താഴെ പോവുക, നേരെ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, നേരെ നിങ്ങൾക്ക് പോയി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 16th ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 25th വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ടൈം ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ മാക്സിമം ഫസ്റ്റ് വരുന്നവർ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യുക. 25 വരെ ടൈം ഉണ്ട് എന്ന് വെച്ച് നിൽക്കേണ്ട. എങ്ങാനും ഫില്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുന്നതായിരിക്കില്ല. ഇനി അടുത്ത ബാച്ച് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി 2024 മാർച്ചിലായിരിക്കും. കുറെ അധികം നാളുണ്ട്, പെട്ടെന്ന് നമ്മൾ എടുക്കുകയില്ല ഇനി. ഫൈൻ. സോ ഇതാണ് നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ ബേസിക്കലി വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഹിയർ കംസ് വിത്ത് അവ പ്രീവിയസ് ഹൈ. വേറെ ഒന്നുമില്ല, പ്രീവിയസ് ഹൈക്ക് മുകളിൽ നമ്മൾ ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുകയും അത്യാവശ്യം ടാർഗറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് 20,660. നമുക്ക് ഓൾമോസ്റ്റ് ആയി ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ്. അവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഇടയ്ക്ക് ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്താണിത്. സോ നമുക്ക് നോക്കാം നാളെ. ഇതിന് ബെയർ സൈഡിലോട്ട് നമുക്ക് വ്യൂ ഉണ്ടോ? ഇല്ല. ഫൈൻ. ഇതിന് നമുക്ക് ബെയറിഷ് വ്യൂ ഇല്ലതാനും. സോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി ഒരു കാര്യം കൂടെ ഉണ്ട്, മിഡ് ക്യാപ് നിഫ്റ്റി കൂടെ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറെ അധികം ആൾക്കാർ മിഡ് ക്യാപ് നിഫ്റ്റിയെ പറ്റി ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് നമുക്ക് പ്രീവിയസ്ലി നമ്മൾ ഇതുവരെ ഞാൻ ട്രേഡ് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ മിഡ് ക്യാപ് നിഫ്റ്റിയോട്ട് പോകാതിരുന്നത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും പറയാം മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് വേണോ വേണ്ടോ. ഇന്ന് എന്തായാലും ഞാൻ ചെയ്യാം. വേണോ വേണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ അറിയിക്കുക കമന്റ് ത്രൂ. കുറെ അധികം കമന്റ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ എനിക്കറിയണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. എന്നാൽ മാത്രമല്ല എനിക്കത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ല അനാവശ്യമായിട്ട് ഞാൻ കുറെ ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്തൊരു കാര്യമുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്തായാലും നോക്കാം മിഡ് ക്യാപ് നിഫ്റ്റിയിലോട്ട്. So നിഫ്റ്റി മിഡ് ക്യാപ് റൈറ്റ് ഹിയർ വി ഗോ. ഇതുവരെ നമ്മൾ മിഡ് ക്യാപ്പിലോട്ട് അങ്ങനെ പുഷ് ചെയ്തില്ല. ഞാൻ ഇതുവരെ ട്രേഡ് ചെയ്തിട്ടില്ല മിഡ് ക്യാപ്പില്. സോ ലെറ്റ് സി. ഓക്കെ, മിഡ് ക്യാപ് കുറച്ച് നാളുകളായിട്ട് നല്ലൊരു മൂവ്മെന്റിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ഓക്കെ ഫൈൻ, ഗുഡ്. സി ഐ ഹോപ്പ് ഈ ഒരു ചാർട്ട് തന്നെയാണ് എടുക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ എനി ചാർട്ട് ചേഞ്ചസ് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കേണ്ടതായിട്ടുണ്ട്. സോ ഹിയർ വി ഗോ വിത്ത് മന്ത്ലി ചാർട്ടിൽ ഇതാണ് വരുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് വീക്ക്ലിയിൽ സൂപ്പർ നല്ലൊരു ബ്രേക്ക്ഔട്ട് വന്നു, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ സ്പെസിഫിക് ആയിട്ട് വേറെ ഡീറ്റെയിൽസ് ഒന്നും തരുന്നില്ല. വീക്ക്ലിയിൽ then about ഡെയിലി. ഓക്കെ ഫൈൻ. ഇവിടെ നമുക്കൊരു പ്രീവിയസ് റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെ നമുക്ക് മാർക്ക് ചെയ്യുന്നതാണ്. ദെൻ ഹിയർ കംസ് വിത്ത് അവർ പ്രീവിയസ് ലോ. സോ ഇതൊരു സൈഡ് വേസ് ആണുള്ളത്. എപ്പോഴാണ് ഇതിനകത്തുനിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ ഫൈൻ, ബ്യൂട്ടിഫുൾ. സോ 9241 മുകളിലേക്ക് നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യുന്നതാണ്. ടാർഗറ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയിക്കുക. ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. സോ 9240 എബോ നമുക്ക് നല്ലൊരു കോൾ ഓപ്ഷൻ നമുക്ക് പുഷ് ചെയ്യുന്നത്. ഇനി അവിടെ നിന്നും പോരാ, അതിന് മുമ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ 9193 എബോ, അതായത് പ്രീവിയസ് ഹൈക്ക് എബോ മാർക്കറ്റ് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാവുന്നതാണ്. സോ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും ലൈക്ക് ട്രേഡ് എടുക്കേണ്ടത് എവിടെയൊക്കെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി ലെവൽസ് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടാർഗറ്റ് ലെവൽസ് വെയിറ്റ് ചെയ്യുക. നാളെ ലൈവിലോട്ട് വരിക, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാവുന്നതാണ്. സോ സി യു ദെയർ ഇൻ our live tomorrow. നാളെ രാവിലെ 9 മണിക്ക്.